ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കടച്ചക്ക വെച്ചിട്ട് അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാം. ആദ്യം തന്നെ കടച്ചക്ക നല്ലപോലെ വൃത്തിയാക്കണം കേട്ടോ. അതിൻ്റെ പുറത്തെ പച്ചത്തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുകയാണ്. പിന്നീട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. കഴുകിയിട്ട് നമ്മൾ ആ ഒരു കഷ്ണത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോഴത്തേക്കും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്ത ബീഫും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മളുടെ കടച്ചക്ക കുറച്ച് വെന്തതിന് ശേഷമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് മസാലാസ് ഉണ്ടാക്കാം. ഒരു ചട്ടി വെക്കുക, ചൂടാക്കാത്ത ചട്ടി കേട്ടോ. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നല്ലതുപോലെ ഇതൊന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് നല്ലൊരു മണം അപ്പം അറിയാൻ പറ്റും ഇതൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും. അപ്പം ഈ പൊടികളെല്ലാം എടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയും ബീഫും ഇല്ലേ അതിലോട്ട് ഇട്ടെടുത്തൊന്ന് മിക്സ് ചെയ്യാം. അപ്പോഴത്തേക്കും നമുക്കൊരു സവാള വേണം കേട്ടോ. അതൊക്കെ നിങ്ങൾ കുറച്ച് നേരത്തെയൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഒരു ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോള ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ചതച്ചത് തന്നെ വേണം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് മൊരിയിച്ചെടുക്കണം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് കറിവേപ്പില ചേർക്കാം, അവസാനവും ചേർക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും കുറച്ച് ഗരം മസാലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വീണ്ടും ഇതൊന്ന് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കടച്ചക്കയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല കുഴന്നാവും ഉപ്പ്. ഇത് കണ്ടില്ലേ, ആ ചാറൊക്കെ ആയിട്ട് നല്ലപോലെ ഇതിങ്ങനെ ഇടന്ന് മിക്സ് ആവണം. എന്നിട്ട് നമുക്ക് ചോറിനൂടെ കഴിക്കാൻ വായോ. നമ്മളുടെ കുഴഞ്ഞിരിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റുള്ള കടച്ചക്കയും ബീഫും കുറച്ച് ചോറ് വേണം. ഇത് വെറുതെ അങ്ങനെ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് നമുക്കിവിടെ രസവും കണ്ണിമാങ്ങ അച്ചാറും കൂടിയിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നോക്കി മിക്സ് ചെയ്ത് കഴിക്കുന്നത് എന്ത് ടേസ്റ്റാണെന്നറിയോ. നിങ്ങൾ ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ ഇനിയും കാണാം.